ദുരന്തങ്ങളും അടിയന്തര സാഹചര്യങ്ങളും നേരിടുന്നതിനുള്ള പരിശീലനമാണ് മോക്ക് ഡ്രിൽ. മോക്ക് ഡ്രിൽ മുഖേന അപകട സാഹചര്യങ്ങളിൽ താൽക്കാലികമായും ദീർഘകാലത്തിലും കൂടുതൽ ശക്തമായ പ്രതികരണ സാധ്യത വികസിപ്പിക്കാനാകും. തീപിടുത്തം, ഭൂകമ്പം, വെള്ളപ്പൊക്കം, ആരോഗ്യ അടിയന്തരാവസ്ഥകൾ തുടങ്ങിയ വിവിധ തരം അപകടങ്ങളെ നേരിടാൻ തയ്യാറാകാനാണ് മോക്ക് ഡ്രിൽ സഹായിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് രാജ്യത്ത് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കാൻ തീരുമാനമായത്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഭീഷണി കണക്കിലെടുത്ത് എല്ലാ സംസ്ഥാനങ്ങളോടും മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുവാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. മെയ് 7 ബുധനാഴ്ച രാജ്യത്ത് ഉടനീളം മോക്ക് ഡ്രില്ലുകൾ നടത്താനാണ് തീരുമാനം. 1971 രാജ്യത്ത് അവസാനമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ആ വർഷം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുകയും ചെയ്തു. സംസ്ഥാനങ്ങളിലെ സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ വിലയിരുത്താനും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. സിവിൽ ഡിഫൻസ് സംവിധാനങ്ങളായ പോലീസ് സേനാംഗങ്ങൾ, പാരാമിലിറ്ററി അംഗങ്ങൾ, അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, ഹോം ഗാർഡുകൾ, NCC കേഡറ്റുകൾ, NSS വോളണ്ടിയർമാർ, ആംബുലൻസ്, ആശുപത്രികൾ, വിദ്യാർത്ഥികൾ എന്നിവർ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമാകും. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 244 ജില്ലകളിലാണ് മോക്ക് ഡ്രില്ലുകൾ നടത്തുക. റിപ്പോർട്ടുകൾ പ്രകാരം സിവിൽ പ്രതിരോധ നടപടികൾ നടപ്പിലാക്കേണ്ട രാജ്യത്തുടനീളമുള്ള 295 പട്ടണങ്ങളെയും ജില്ലകളെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 100 ഇടങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ട മേഖലകളാണ്. വ്യോമാക്രമണം സംഭവിക്കുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയെന്നും മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ നിലവിലെ സ്ഥിതി വിലയിരുത്തുക എന്നതും മോക്ക് ഡ്രില്ലിന്റെ ഭാഗമാണ്. ശത്രുരാജ്യം വ്യോമാക്രമണം നടത്താൻ ശ്രമിച്ചാൽ ആദ്യം വിവരം ലഭിക്കുക വ്യോമസേനയ്ക്കായിരിക്കും. വ്യോമസേനയാണ് വിവിധയിടങ്ങളിലെ കൺട്രോൾ റൂമുകളിലേക്ക് സന്ദേശം നൽകുക. ഇതിനായി ഇന്ത്യൻ വ്യോമസേനയുമായുള്ള ഹോട്ട്ലൈൻ ബന്ധം, റേഡിയോ ആശയവിനിമയ ബന്ധം തുടങ്ങിയവയും മോക്ക് ഡ്രിൽ സമയത്ത് പരിശോധിക്കും. യുദ്ധമുണ്ടായാൽ വ്യോമാക്രമണത്തിന് ജനങ്ങളെ ജാഗരൂകരാക്കാൻ എയർ റെയ്ഡ് വാർണിംഗ് സംവിധാനം നടപ്പാക്കും. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി നാളെ 4 മണിക്കായിരിക്കും എയർ റെയ്ഡ് വാർണിംഗ് വരിക. ആദ്യം വിവിധ കേന്ദ്രങ്ങളിൽ സൈറൻ മുഴക്കും. ഇതുവഴി സിവിൽ ഡിഫൻസ് സംവിധാനം സജീവമാക്കാനാണ് മോക്ക് ഡ്രില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. ആശയവിനിമയം നടത്താൻ ഹാം റേഡിയോയുടെയും മാധ്യമങ്ങളുടെയും സഹായം തേടും. തുടർന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. കേരളത്തിൽ ഏറെ നാളുകൾക്കുള്ളിൽ ആദ്യമായാണ് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തുന്നത്. സിവിൽ ഡിഫൻസിന്റെ കൺട്രോൾ ഓഫീസർ ജില്ലാ കളക്ടർമാരും നോഡൽ ഓഫീസർ ജില്ലാ ഫെയർ ഓഫീസറുമാണ്. ജില്ലാ കളക്ടർമാരും ജില്ലാ ഫെയർ ഓഫീസർമാരുമാണ് മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകുന്നത്. കൺട്രോൾ റൂമുകളുടെയും ഷാഡോ റൂമുകളുടെയും പ്രവർത്തനം പരിശോധിക്കൽ, ശത്രുവിന്റെ ആക്രമണം ഉണ്ടായാൽ സംരക്ഷണമൊരുക്കുന്നതിനുള്ള രീതികളെക്കുറിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സാധാരണക്കാർക്കു പരിശീലനം നൽകൽ തുടങ്ങിയവയും മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി നടത്തും. നടപടികളുടെ ഭാഗമായി സിവിൽ ഡിഫൻസ് സംവിധാനമായ അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങളും ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടും. പൗരന്മാരെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ അതിന്റെ തയ്യാറെടുപ്പും മോക്ക് ഡ്രിൽ സമയത്ത് വിലയിരുത്തപ്പെടും. ഓഫീസുകളിലാണ് നിൽക്കുന്നതെങ്കിൽ മുകൾ നിലയിൽ നിൽക്കാതെ താഴത്തെ നിലയിലേക്കോ പാർക്കിങ്ങിലേക്കോ മാറണം. വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ ഒന്നും നിൽക്കാതെ ബേസ്മെന്റ് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്കാണ് മാറേണ്ടത്. പാർക്ക് പോലെ പൊതുവിടങ്ങളിൽ നിൽക്കാൻ പാടില്ല. കൂടാതെ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി യുദ്ധസമയത്ത് പൗരന്മാർ നേരിടേണ്ടി വന്നേക്കാവുന്ന സാഹചര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ചേക്കാം. ഇതിൽ പ്രധാനമാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക എന്നത്. കുറച്ചു നേരത്തേക്കെങ്കിലും വൈദ്യുതി ബന്ധത്തിൽ തകരാർ സംഭവിച്ചേക്കാം. ഫോൺ സിഗ്നലുകൾക്കും ഈ ഘട്ടത്തിൽ തകരാർ സംഭവിച്ചേക്കാം. മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അവ എന്തൊക്കെ എന്ന് നോക്കാം. 1. റെസിഡൻസ് അസോസിയേഷനുകളും പഞ്ചായത്തുകളും അതായത് വാർഡ് തലത്തിൽ മോക്ക് ഡ്രിൽ വാർഡന്മാരെ നിയോഗിക്കുക. 2. എല്ലാ പ്രദേശവാസികൾക്കും സിവിൽ ഡിഫൻസ് ബ്ലാക്കൌട്ട് നിർദ്ദേശങ്ങൾ എത്തിക്കുക. 3. ആവശ്യമെങ്കിൽ ആരാധനാലയങ്ങളിലെ അനൗൺസ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പൊതുജനങ്ങളെ അലർട്ട് ചെയ്യുക. 4. വാർഡുതല ഡ്രില്ലുകൾ സംഘടിപ്പിക്കുക. 5. സ്കൂളുകളിലും ബേസ്മെന്റുകളിലും കമ്മ്യൂണിറ്റി ഹാളുകളിലും മറ്റ് പ്രധാന ഇടങ്ങളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക. 6. കമ്മ്യൂണിറ്റി വളണ്ടിയർമാർ സഹായം ആവശ്യമുള്ള ആളുകളെ ബ്ലാക്കൌട്ട് സമയത്ത് സഹായിക്കുക. ബ്ലാക്കൌട്ട് സമയത്ത് മോക്ക് ഡ്രിൽ വാർഡന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ ഇരിക്കുക. ആശങ്ക ഒഴിവാക്കുക.
7 മോക്ക് ഡ്രിൽ സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫ് ആക്കേണ്ടതും അടിയന്തര ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ് ബോർഡുകളോ കർട്ടനുകളോ ഉപയോഗിക്കേണ്ടതുമാണ്. 8 ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. 9 ബാറ്ററി സോളാർ ടോർച്ചുകൾ, ഗ്ലോ സ്റ്റിക്കുകൾ, റേഡിയോ എന്നിവ കരുതുക. 10 സൈറണ് മുഴങ്ങുമ്പോൾ എല്ലായിടങ്ങളിലെയും വീടുകൾ, ഓഫീസുകൾ, മറ്റു സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്യേണ്ടതാണ്. 11 എല്ലാ വീടുകളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക. ഇതിൽ മരുന്നുകൾ, ടോർച്ച്, വെള്ളം, ഡ്രൈ ഫുഡ് എന്നിവ ഉൾപ്പെടുത്തുക. 12 വീടിനുള്ളിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക. ബ്ലാക്ക് ഔട്ട് സമയത്ത് അവിടേക്ക് മാറുക. 13 എല്ലാ കുടുംബങ്ങളും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഫാമിലി ഡ്രിൽ നടത്തുക. 14 സൈറൺ സിഗ്നലുകൾ മനസ്സിലാക്കുക. ദീർഘമായ സൈറണ് മുന്നറിയിപ്പും ചെറിയ സൈറണ് സുരക്ഷിതമാണെന്ന അറിയിപ്പുമാണ്. 15 പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതത്വത്തിനായി അടുത്തുള്ള കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് മാറേണ്ടതാണ്. 16 ഔദ്യോഗിക വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി പത്രം, റേഡിയോ, TV എന്നിവ മാത്രം ഉപയോഗിക്കുക. 17 തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്ക് ഔട്ട് സൈറണ് കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ്, വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. 18 ബ്ലാക്ക് ഔട്ട് സമയത്ത് കുട്ടികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുക.